ഒരിക്കലും ഈ മുറ്റത്ത് വന്നവനവൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രചരണത്തിന് എന്റെ ദയയിറക്കാൻ ഇനിയും വരും. ജിന്നുകൾ അവനെ ഈ മുറ്റത്ത് കൊണ്ടുവരും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞാൽ തെറ്റാറില്ല. പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പണ്ട് പല പാർട്ടിക്കാർക്ക് വേണ്ടി പ്രചരണത്തിന് വന്നത് ഇപ്പൊ ഇതുപോലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാനായിരുന്നു അല്ലേ? ജയിക്കാനായി നീ ഉയർത്തി കൂടി നീയായിട്ട് അയക്കുന്നോ അതോ ഞങ്ങൾ അയക്കണോ? കോമഡി പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കള്ള പരീക്ഷ. ഞാൻ വന്നത് പാലക്കാടിലെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ? സ്ഥാനാർത്ഥിയായി നിന്നാൽ ജയിക്കണം, ജയിച്ചേ തീരൂ. പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ലെന്ന്. അപ്പൊ നീ അടവ് മാറ്റി അപേക്ഷ എന്ന പുതിയ ഭാഷയുമായി വന്നിരിക്കുകയാണല്ലേ? ഇക്ക എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ മറ്റു പലതും വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. താൻ ആരാടോ? മുഖ്യമന്ത്രിയോ? നിന്റെ ഈ തരികിട നമ്പറുകളൊക്കെ ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. മോനെ, ഇതാള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. പക്ഷെ മറക്കണ്ട, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ 8 നിലയിൽ പൊട്ടിച്ചിട്ടേ ഞാൻ ഈ മണ്ഡലം വിട്ടുപോകും. അടിച്ചു കൊല്ലടായനെ. താൻ എന്താട്ടോ പരുതുന്നത്? അതെടുത്തടിക്ക്. വാവിട്ട വാക്ക്, കൈവിട്ട ആയുധം രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം.